നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും നടക്കുന്ന വലിയ ഗൂഢാലോചനകൾ എത്രത്തോളം അപകടകരമാണ് എന്ന് വെളിവാക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 27-ന് ഇസ്രായേലും US-ഉം ഇറാനിൽ വിനാശകരമായ വ്യോമാക്രമണം നടത്തുന്നതിന് ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ പാർലമെന്റ് ആയിട്ടുള്ള നെസറ്റിനെ അഭിസംബോധന ചെയ്യുകയുമാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയയിലൂടെ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പല പരാമർശങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശം പിന്നീട് നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതിനെ റിപ്പോർട്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിനെ പിതൃഭൂമി അഥവാ ഫാദർ ലാൻഡ് എന്ന് വിളിക്കുകയും ഇന്ത്യയെ മാതൃഭൂമി അഥവാ മദർ ലാൻഡ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ്. നിരവധി മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ വരികയും ചെയ്തു. നിങ്ങൾ പ്രേക്ഷകരിൽ പലരും മലയാളത്തിലടക്കം കമന്റുകൾ കണ്ടു കാണും. സംഘികളുടെ പിതാവിന്റെ ഭൂമി അല്ലെങ്കിൽ ഫാദർ ലാൻഡ് ആണ് ഇസ്രയേൽ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോദിയുടെ ഫാദർ ലാൻഡ് ആണ് ഇസ്രയേൽ എന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യക്കാരുടെ ഫാദർ ലാൻഡ് ആണ് ഇസ്രായേൽ എന്ന് പോയി പറഞ്ഞു. ഇമാതിരി പൊട്ടത്തരം പറയുന്ന പ്രധാനമന്ത്രി ഉണ്ടോ? സംഘികളുടെ ഫാദർ ലാൻഡ് ആണല്ലോ അല്ലെങ്കിൽ ഇസ്രായേൽ. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ കണ്ടു കാണും. ഈ കമന്റുകൾ കണ്ട പലരും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി നിന്നിട്ട് പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മദർലാൻഡും ഇസ്രായേൽ എന്ന് പറയുന്നത് ഫാദർ ലാൻഡുമാണ് എന്ന് പറഞ്ഞു എന്നായിരിക്കും പലരും വിശ്വസിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം പ്രചാരം നടന്നത്. പാകിസ്ഥാൻ ചാര സംഘടനയും ഇന്ത്യ വിരുദ്ധ ശക്തികളും ബംഗ്ലാദേശികളും തുർക്കികളും അതുപോലെ ചൈനക്കാരും ഒക്കെ ഇതിനെ നല്ല പോലെ അങ്ങ് വച്ച് കാച്ചുകയും ചെയ്തു. ഈ വിധത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന്. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ പറഞ്ഞത്? ആദ്യം അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. മോദി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്കും കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിരവധി ഇന്ത്യൻ ജൂതന്മാർ ഇസ്രയേലിലേക്ക് കുടിയേറി. ഇന്ന് ഇന്ത്യൻ വംശജരായ ജൂതന്മാരുടെ ഊർജ്ജസ്വലമായ ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട്. ലബോറട്ടറികളിലും ആശുപത്രികളിലും ക്ലാസ് മുറികളിലും യുദ്ധക്കളത്തിലും ആധുനിക ഇസ്രയേലിന്റെ നിർമ്മാണത്തിന് അവർ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ അവരുടെ പിതൃഭൂമിയാണെന്നും ഇന്ത്യ അവരുടെ മാതൃഭൂമിയാണെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് അവിടെ വെച്ച് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെ എങ്ങനെയാണ് വളച്ചൊടിച്ച് അത് ഇന്ത്യക്കാരുടെ പിതൃഭൂമിയാണ് ഇസ്രായേൽ എന്നാണ് മോദി പറഞ്ഞത് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാജമായി പ്രചരിപ്പിച്ചത് എന്ന്. ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഇന്ത്യൻ ജൂതന്മാരെ കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ആ ഇന്ത്യൻ ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ അവരുടെ മദർലാൻഡും ഇസ്രായേൽ അവരുടെ ഫാദർ ലാൻഡുമാണെന്നാണ് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. കാരണം ഇന്ത്യ ജൂതന്മാർക്ക് അഭയം കൊടുത്തൊരു രാജ്യമാണ്. ഇന്ത്യയും ജൂതന്മാരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് അടക്കമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത്. അവിടെയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജൂത സമൂഹത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിശദമായി സംസാരിക്കുകയും ഇങ്ങനെ കുടിയേറിയവർക്ക് അവരുടെ മദർലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അവർ ചെന്ന് ഇന്ന് ജീവിക്കുന്ന അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്നത് പിതൃ ലാൻഡ് അല്ലെങ്കിൽ ഫാദർ ലാൻഡ് ആണ് എന്ന അർത്ഥത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനെ ഇസ്രായേൽ പിതൃഭൂമിയാണ്, ഇന്ത്യ മാതൃഭൂമിയാണ് എന്ന് മോദി പറഞ്ഞു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. പൊതുവെ എല്ലായിടത്തും നമ്മുടെ മാതൃഭാഷ ഏത്, മാതൃഭൂമി ഏത്, ഈ രീതിയിലാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ ജന്മദേശത്തെ ആ രീതിയിലാണ്. കാരണം ജന്മം, മാതാവാണല്ലോ ജന്മം കൊടുക്കുന്നത് ഒരു കുഞ്ഞിന്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജന്മം എന്നതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെയാണ് അമ്മയെ കാണുന്നത്. അമ്മയുടെ കഷ്ടതകളും അമ്മയുടെ വേദനകളും ഒക്കെ അത്രത്തോളം ഉണ്ടാവും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ ദേശത്തെയും മാതാവിനെ പോലെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ മാതാവിനെ പോലെ സ്നേഹിക്കുന്നു. ആ രൂപത്തിലാണ് പൊതുവെ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉടനീളം കാണുന്നത്. അതുകൊണ്ടാണ് മാതൃഭൂമി, എൻ്റെ മാതൃഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആരും പൊതുവെ ഇന്ത്യയിൽ ആരും എൻ്റെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് പറയാറില്ല. അതുപോലെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകർ നിങ്ങളോട് ചോദിക്കും എന്താണ് നിന്റെ മാതൃഭാഷ എന്താണ് എന്ന് ചോദിക്കും. മദർ ടങ് എന്താണെന്ന് ചോദിക്കും. അധ്യാപകരാരും പിതൃഭാഷ അല്ലെങ്കിൽ ഫാദർ ടങ് എന്ന് അങ്ങനെ ചോദിക്കാറില്ല, അല്ലേ? മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷ എന്നാണ് ചോദിക്കാറുള്ളത്.
പിതൃഭൂമി എന്നൊക്കെ പറയാറുണ്ട്. അത്തരം പ്രയോഗങ്ങൾ തീർത്തുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതലായിട്ടും മാതൃഭാഷ, മാതൃഭൂമി എന്ന പ്രയോഗങ്ങളാണ് നടത്താറുള്ളത്. തങ്ങളുടെ സ്വരാജ്യത്തെ ഫാദർലാൻഡ് എന്നോ മദർലാൻഡ് എന്നോ ഒക്കെ അവർ വിളിക്കാറുണ്ട് പൊതുവെ. ചരിത്രത്തിലുടനീളം പല ജനതകളും ഇത് തങ്ങളുടെ രാജ്യങ്ങളെ സൂചിപ്പിക്കാൻ ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിതാവ് അല്ലെങ്കിൽ അമ്മ എന്ന തിരഞ്ഞെടുപ്പിന് ലിംഗഭേദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മിക്കപ്പോഴും ഇത് ഭാഷാപരമായ വേരുകൾ, സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ചരിത്രപരമായ ഉപയോഗം, അർത്ഥവ്യത്യാസങ്ങൾ എന്നിവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിതൃഭൂമി, മാതൃഭൂമി എന്നീ രണ്ട് പദങ്ങളും ഒരാളുടെ ജന്മനാടിനെയോ സ്വരാജ്യത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ആഴത്തിലുള്ള ഒരു ബന്ധവും വിശ്വസ്തതയും ദേശീയ സ്വത്വവും ഉണർത്തുന്ന ഒന്നാണ്. ഇതോടൊപ്പം തന്നെ തങ്ങളുടെ പൂർവികരുടെ കൂടി ദേശമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിലനിൽക്കാറുണ്ട്. ഇന്ത്യയിലെ മാതൃരാജ്യം പലപ്പോഴും ഭാരത മാതാവ് അല്ലെങ്കിൽ മദർ ഇന്ത്യ ആയിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. കൊളോണിയൻ കാലഘട്ടത്തിൽ അടിമയാക്കപ്പെട്ട അമ്മയായി ഇന്ത്യയെ ചിത്രീകരിച്ചത് പ്രതിരോധത്തിന്റെ ശക്തമായ ഒരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. മദർലാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും ജനനം, വളർത്തൽ, ഫലഭൂയിഷ്ഠത, ജീവൻ നൽകുന്ന മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്നീ ആശയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പൗരന്മാരായിട്ടുള്ള തൻ്റെ മക്കളെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുതലുള്ള ഒരു മാതൃരൂപത്തെയാണ് ഇത് ഉണർത്തുന്നത്. പല ഭാഷകളിലും സ്വരാജ്യം എന്ന വാക്ക് വ്യാകരണപരമായിട്ട് സ്ത്രീലിംഗമാണ്. ഇത് ഈ ബിംബത്തെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഉദാഹരണത്തിന് റഷ്യൻ ഭാഷയിൽ ഇത് റോഡിന എന്നാണ് പറയുക, അതായത് മാതൃഭൂമി, അല്ലെങ്കിൽ മതുഷ്ക റൊസീഷ്യ എന്നും പറയും. അതും മദർ റഷ്യ എന്ന അർത്ഥമാണ്. വസ്തുതകൾ ഇങ്ങനെയാണെന്നൊക്കെ ഇരിക്കെ പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കാരുടെ പിതൃലാൻഡ് അല്ലെങ്കിൽ ഫാദർലാൻഡ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും മോദി പറഞ്ഞത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. സത്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിൽ നടന്ന കുടിയേറ്റത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറ്റം നടത്തിയ ഇന്ത്യൻ ജൂതന്മാരെ കുറിച്ചാണ്. അവർ ഇന്ത്യയെ അവരുടെ ജന്മനാടായിട്ട് മദർലാൻഡായിട്ടും പിന്നീട് കുടിയേറിയ ഇസ്രായേലിനെ അവരുടെ ഫാദർലാൻഡായിട്ടും കാണുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷെ അതിനെ വളച്ചൊടിച്ച് ഈ വിധത്തിൽ മാറ്റുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തവരുടെ മനസ്സിൽ കടുത്ത മോഡി വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും മാത്രമാണുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.